നിങ്ങൾക്കറിയാമോ, നമ്മുടെ മാർവലിലെ സ്പൈഡർമാനും DC-യിലെ ബാറ്റ്മാനും ഒരു യൂണിവേഴ്സിൽ ഒന്നിച്ചു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരേ യൂണിവേഴ്സിൽ ജനിച്ചു വളർന്ന് വലുതായി സൂപ്പർ ഹീറോസായി മാറി സൂപ്പർ വില്ലന്മാരെ അടിച്ചു തോൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കഥയിൽ സ്പൈഡർമാൻ്റെയും ബാറ്റ്മാൻ്റെയും ജീവിതകഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ ജീവിക്കുന്ന പീറ്റർ പാർക്കറിന് ചെലന്തിയുടെ കടികിട്ടി പീറ്റർ സ്പൈഡർമാനായി മാറുകയും സൂപ്പർ വില്ലന്മാർക്കെതിരെ പോരാടുകയും പിന്നെ തൻ്റെ കാമുകിയായ മേരി ജെയിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. ബാറ്റ്മാൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെറുപ്പത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ബ്രൂസ് വെയിൻ പിന്നീട് വളർന്നു വലുതായി വവ്വാലിൻ്റെ കടി കിട്ടാതെ ബ്രൂസ് ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോ ആയി മാറുന്നു. ഈ കഥയിലെ വില്ലൻ ആരാണെന്ന് വെച്ചാൽ റാസ് ആൽ ഘുൾ ആണ്. റാസ് ആൽ ഘുളിൻ്റെ വില്ലത്തരം സ്പൈഡർമാനും ബാറ്റ്മാനും വളരെ സാഹസികമായി അവസാനിപ്പിക്കുന്നതാണ് ഈ കഥയിൽ പറയുന്നത്. ഇനി കഥ എന്താണെന്ന് വെച്ചാൽ, ഭൂമിയെ കീഴടക്കുവാൻ തീരുമാനിച്ച റാസ് ആൽ ഘുൾ അതിന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നു. ഈ റാസ് ആൽ ഘുൾ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ സഹായത്താൽ എന്തൊക്കെയോ കുറച്ച് ഡിവൈസുകളും സാറ്റലൈറ്റുകളും നിർമ്മിച്ചു. ഡിവൈസുകളും സാറ്റലൈറ്റുകളും ഉപയോഗിച്ച് വെള്ളപ്പൊക്കവും ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാക്കുവാൻ റാസ് ആൽ ഘുളിന് സാധിക്കും. അപ്പോൾ ഇതുപയോഗിച്ച് ഓരോ രാജ്യത്തെയും കീഴടക്കുവാനാണ് റാസ് ആൽ ഘുൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും ഈ ഒരു ഡിവൈസും സാറ്റലൈറ്റുകളും ഉപയോഗിച്ച് വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടാക്കി റാസ് ആൽ ഘുൾ ഒരുപാട് ആൾക്കാരെ കൊന്നു. മാത്രമല്ല പിന്നീട് ന്യൂയോർക്കിലും ഇതുപോലെ ഭൂകമ്പവും മറ്റും ഉണ്ടാക്കുവാൻ പ്ലാൻ ചെയ്ത റാസ് ആൽ ഘുളിനെ തടയുവാൻ നമ്മുടെ ബാറ്റ്മാനും സ്പൈഡർമാനും തീരുമാനിക്കുകയാണ്. അതിനായി ബാറ്റ്മാനെയും സ്പൈഡർമാനെയും സഹായിച്ചത് സൂപ്പർ വില്ലനായ കിങ് പിൻ ആണ്. അതിനും ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, റാസ് ആൽ ഘുൾ താൻ ചെയ്യാൻ പോകുന്നതിനും മറ്റും തന്നെ സഹായിക്കുവാനായി കിങ് പിന്നെ തൻ്റെ കൂടെ നിർത്തുവാൻ തീരുമാനിച്ചു. പക്ഷേ സ്വന്തം സിറ്റിയിൽ ഭൂകമ്പവും മറ്റും ഉണ്ടാക്കുവാൻ കിങ് പിൻ ഒരിക്കലും തന്നെ അനുവദിക്കില്ല എന്ന് മനസ്സിലായ റാസ് ആൽ ഘുൾ കിങ് പിൻ അറിയാതെ ഒരു വൈറസ് ഉപയോഗിച്ച് കിങ് പിന്നിൻ്റെ ഭാര്യയായ വനൈസയെ ഒരു ക്യാൻസർ രോഗിയാക്കി മാറ്റി. വനൈസയുടെ രോഗം മാറ്റുവാൻ തനിക്ക് സാധിക്കുമെന്നും പറഞ്ഞ് കിങ് പിന്നെ തൻ്റെ കൂടെ റാസ് ആൽ ഘുൾ നിർത്തി. പക്ഷേ ബുദ്ധിമാനായ കിങ് പിൻ സത്യങ്ങളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റാസ് ആൽ ഘുളിനിട്ട് പണി കൊടുക്കുവാനായി കിങ് പിൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പുള്ളി ബാറ്റ്മാനെയും സ്പൈഡർമാനെയും സഹായിക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെ കിങ് പിൻ്റെ സഹായത്താൽ ബാറ്റ്മാനും സ്പൈഡർമാനും റാസ് ആൽ ഘുളിനോട് ഫൈറ്റ് ചെയ്ത് റാസ് ആൽ ഘുളിനെ തോൽപ്പിച്ച് പുള്ളിയുടെ ഡിവൈസും സാറ്റലൈറ്റും നശിപ്പിച്ച് കളയുകയും ചെയ്തു. മാത്രമല്ല പിന്നീട് ബാറ്റ്മാനോട് ഇഷ്ടമൊക്കെയുള്ള റാസ് ആൽ ഘുളിൻ്റെ മകളായ ടാലിയ നൽകിയ മെഡിസിൻ ഉപയോഗിച്ച് ബാറ്റ്മാനും സ്പൈഡർമാനും കിങ് പിന്നിൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റുകയും ചെയ്തു. അങ്ങനെ സ്പൈഡർമാനും ബാറ്റ്മാനും ഒന്നിച്ച് ലോകത്തെ രക്ഷിക്കുന്നതാണ് ഈ ഒരു കഥ.